എന്താണ് ഈ UK എന്ന് പറഞ്ഞാൽ? ഈ ബ്രിട്ടനും UKയും ഒന്നാണോ? അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ടുമായി ഇവർക്ക് എന്താണ് ബന്ധം? ഈ നോർത്തേൺ അയർലൻഡും UKയുമായിട്ട് എന്താണ് ബന്ധം? ഇനി എന്താണ് ഈ ബ്രിട്ടീഷ് ഐൽസ്? ആകെ കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലോ. ആ കൺഫ്യൂഷൻ നമുക്ക് ഇപ്പൊ തീർക്കാം. UK, ബ്രിട്ടൻ, ഇംഗ്ലണ്ട് ഇവയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചില രാജ്യങ്ങളെ കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത്. നമുക്ക് ആദ്യം ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ രാജ്യങ്ങളാണ് സ്കോട്ട്ലാൻഡ്, വെയിൽസ്, അയർലൻഡ് എന്നിവ. എങ്ങനെയാണ് ഇവ UKയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യമായിട്ട് സംസാരിക്കാനുള്ളത് ഇംഗ്ലണ്ടിനെ കുറിച്ചാണ്. നോക്കൂ, ഇംഗ്ലണ്ട് 1542 തൊട്ടടുത്ത് കിടക്കുന്ന വെയിൽസ് എന്ന് പറയുന്ന രാജ്യത്തെ അവരുടെ സാമ്രാജ്യത്തോടു കൂടി കൂട്ടിച്ചേർത്തു. പിന്നീട് 1707 തൊട്ടടുത്ത് കിടക്കുന്ന സ്കോട്ട്ലാൻഡിനെ കൂടി അവരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കുന്നു. അതിനുശേഷം മറ്റൊരു ദ്വീപായിരുന്ന അയർലാൻഡിനെ 1801 അവരുടെ അധീനതയിലാക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, അതുപോലെ തന്നെ അയർലൻഡ്. ഇതിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് വ്യത്യസ്ത രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ അയർലൻഡും നോർത്തേൺ അയർലൻഡും വ്യത്യസ്തമായ രാജ്യങ്ങളാണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം 1542 തൊട്ടടുത്ത് കിടക്കുന്ന വെയിൽസ് എന്ന രാജ്യത്തെ അവരുടെ ഭാഗമാക്കും. പിന്നീട് 1707 നമ്മുടെ സ്കോട്ട്ലാൻഡിനെ കൂടി അവരുടെ ഭാഗമാക്കും. അപ്പോൾ ഈ പറയുന്ന 3 രാജ്യങ്ങൾ വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ഇവയെ മൂന്നും കൂടി വിളിക്കുന്ന പേരാണ് ബ്രിട്ടൻ എന്നുള്ളത്. സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് ഈ 3 രാജ്യത്തെ കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ബ്രിട്ടൻ എന്നുള്ളത്. പിന്നീട് 1801 നമ്മുടെ അയർലൻഡ് എന്ന് പറയുന്ന ദ്വീപ സമൂഹത്തെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു. പക്ഷേ 1922 ഒരു റിബൽ മൂവ്മെന്റ് അവിടെ ഉണ്ടാവുകയും അതിനുശേഷം നോർത്തേൺ അയർലൻഡ് ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമാവുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന നോർത്തേൺ അയർലൻഡ് എന്ത് ചെയ്യുന്നു? അവർ ഇതിൻ്റെ കൂടെ ബ്രിട്ടന്റെ കൂടെ ചേർക്കുന്നു. അങ്ങനെ ഈ ബ്രിട്ടനും അതിനോട് കൂടെ ചേരുന്ന നോർത്തേൺ അയർലൻഡും കൂടെ ചേരുമ്പോൾ അതിനെയാണ് നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഈ യുണൈറ്റഡ് കിങ്ഡം അഥവാ UK എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്നുള്ളത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് നോർത്തേൺ അയർലൻഡ് ആൻഡ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, എന്താണ് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ? വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് എന്നീ പറയുന്ന 3 രാജ്യങ്ങൾ കൂടി ചേർന്നതാണ് ബ്രിട്ടൻ. പിന്നെ എന്താണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ള പേര് വന്നത്? അതിന് പിന്നിലുള്ള ചരിത്രം മറ്റൊന്നാണ്. ബ്രിട്ടൻ എന്ന പേരിനോട് സാമ്യമുള്ള ബ്രിട്ടനി എന്ന് പറയുന്ന ഒരു സ്ഥലം ഫ്രാൻസിലുണ്ടായിരുന്നു. ഈ സാമ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബ്രിട്ടൻ എന്ന് പറയുന്നത് വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ്. ഗ്രേറ്റ് ബ്രിട്ടനോട് കൂടെ നോർത്തേൺ അയർലൻഡ് കൂടി ചേരുമ്പോൾ അത് യുണൈറ്റഡ് കിങ്ഡം ആകുന്നു. ഇനി അതിന് തൊട്ടടുത്ത് കിടക്കുന്ന അയർലൻഡ് അഥവാ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു രാജ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെ നമുക്ക് മാപ്പിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ് ഇത് 3ഉമാണ് നിലവിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന അഥവാ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന മേഖലകൾ. അതിനോടുകൂടെ നോർത്തേൺ അയർലൻഡ് കൂടെ ചേരുമ്പോൾ അത് യുണൈറ്റഡ് കിങ്ഡം ആകുന്നു. ഇനി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ബ്രിട്ടീഷ് ഐൽസ് എന്നുള്ളത്? ബ്രിട്ടീഷ് ഐൽസ് എന്നുള്ളത് ഒരുപാട് ദ്വീപ സമൂഹങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മളിവിടെ ബ്രിട്ടൻ എന്ന് പറയുന്ന അഥവാ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിനെയാണ്. അതിനോടുകൂടെ നോർത്തേൺ ഇംഗ്ലണ്ട് ചേർത്തപ്പോൾ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിച്ചു. ഇനി ഈ യുണൈറ്റഡ് കിങ്ഡത്തെയും അതിനോട് കൂടെ തന്നെ അയർലൻഡും കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്രിട്ടീഷ് ഐൽസ് എന്ന് വിളിക്കുന്നു. ഈ ബ്രിട്ടീഷ് ഐൽസിൽ ഈ പറയുന്ന അയർലൻഡും അതുപോലെ യുണൈറ്റഡ് കിങ്ഡം അല്ലാതെ തന്നെ ഐസിൽ ഓഫ് മെൻ, ഐസിൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന നിരവധി
ദ്വീപസമൂഹങ്ങളുണ്ട്. ഏകദേശം 6000-ഓളം ജനവാസമുള്ളതും ഇല്ലാത്തതുമായ ചെറുതും വലുതുമായ ദ്വീപുകളുടെ കൂട്ടമാണ് ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്നത്. UK-യിലുള്ള രാജ്യങ്ങൾക്ക് സ്വന്തമായി പതാകയും മറ്റു ഭരണ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും പാസ്പോർട്ട് എന്ന് പറയുന്നത് UK-യുടേതാണ്. ആ പാസ്പോർട്ടിലെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും സ്പോർട്സിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇത്തിരി വ്യത്യസ്തമാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള 2 ഫുട്ബോൾ താരങ്ങളെ ഉദാഹരണമാക്കി എടുക്കാം. നമുക്ക് ഹാരി കെയ്നെയും ഗാരത്ത് ബെയിലിനെയും അറിയാം. 2 പേരും UK എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ളവരാണ്. എന്നാൽ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വരുമ്പോൾ അവർ മത്സരിക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഗാരത്ത് ബെയിൽ വെയിൽസിനു വേണ്ടിയിട്ടും ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും മത്സരിക്കുന്നു. സ്കോട്ട്ലാൻഡിനും സ്വന്തമായിട്ട് ടീമുകളുണ്ട്. ഇങ്ങനെ സ്പോർട്സിൽ ഇൻഡിവിജ്വൽ സ്പോർട്സിൽ അവർ സ്വന്തമായിട്ട് മത്സരിക്കുമ്പോൾ ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇതിലും വ്യത്യസ്തമാണ്. അവിടെ അവർ മത്സരിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു ടീമായിട്ടാണ്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമാണ് UK-യുടെയും ബ്രിട്ടൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും കാര്യങ്ങൾ. ചിലതിലൊക്കെ സാമ്യത ഉണ്ടെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഇവരിൽ കാണാനാകും. ഇതോടുകൂടി UK, ബ്രിട്ടൻ, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കാര്യത്തിലുള്ള കൺഫ്യൂഷൻ തീർന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ വിജ്ഞാനപ്രദമായ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി എഡ്യൂഡെമി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.